ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി പവിത്രനെ കണ്ടില്ല കേട്ടോ. നിധി അവിടെ നിന്നും പതിയെ പോവുകയാണ്. എന്നാൽ ഈ സമയം പുറത്ത് കിടന്ന നിധിക്ക് ഓർമ്മ വരികയാണ്, അയ്യോ ഞാൻ അവിടെ കണ്ടത് പവിത്രനെയാണല്ലോ ഇഷ എന്ന് പറഞ്ഞ് നിധി പിറകോട്ട് പോവാണ് കേട്ടോ. ഈ സമയം പവിത്രനാണെങ്കിലോ തൻ്റെ ഭാര്യയുടെ അരികിലോട്ട് ചെല്ലഴിട്ടാ. അപ്പോൾ ഭാര്യയാണെങ്കിലോ പൊട്ടിക്കരയാണ്, നമ്മുടെ മോള് അവൾ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിരിക്കണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ അപ്പോഴും നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കിട കേട്ടോ. എന്നാൽ നിധിയാണെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച, താൻ രക്ഷിച്ച ആ മകളുടെ അമ്മയോടാണെങ്കിലും പവിത്രൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം പവിത്രൻ്റെ ഭാര്യയാണെന്നതിനും നിധിക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഈ സമയം ആരാണ് ഇവിടെ എത്തിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതി. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ മകൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ മോള് ഈ അവസ്ഥയിലായില്ലേ, ഇപ്പോൾ ആ പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ മോളെ എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാണ് കേട്ടോ പവിത്രൻ്റെ മുന്നിൽ. ആ സമയം നിധി അങ്ങോട്ടേക്ക് കടന്നു വരും കേട്ടോ. അപ്പോൾ ആരാ രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണം ഞാനാ രക്ഷിച്ചതെന്ന് പറയും കേട്ടോ. ഈ സമയം പവിത്രൻ ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം പവിത്രൻ്റെ ഭാര്യ പറയണേ, ഈ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു, ഇവരാണ് നമ്മുടെ കുട്ടിയെ രക്ഷിച്ച, ബ്ലഡും മറ്റെല്ലാ സഹായങ്ങളും ചെയ്ത് ഇവരാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പവിത്രനാണെങ്കിലോ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഈ സമയം പവിത്രൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് കേട്ടോ. ഇതേ സമയം പവിത്രൻ്റെ ഭാര്യ പറയണേ, ഇവർക്ക് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്തു കൊടുത്താലും മതിയാവില്ല, അത്രയും വലിയൊരു ഉപകാരമാണ് ഇവരെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് നിങ്ങളൊന്നും ചെയ്തു തരണ്ട, ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവ് കാരണം എൻ്റെ കുടുംബം നശിച്ചിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഇന്ന് ജയിലിലാണ്, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ പവിത്രൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അത് കേൾക്കുന്ന പവിത്രൻ്റെ ഭാര്യ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എന്താണ് ഈ കേൾക്കുന്നത്? അതെ, പവിത്രനാണ് എൻ്റെ പ്രണവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. എൻ്റെ പ്രണവ് എവിടെയെന്ന് ഇയാളൊന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുകയും എൻ്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യുക. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ ഒന്ന് വിട്ടുതരുമോ, പ്രണവിനെ ഒന്ന് വിട്ടുതരുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ സമയം അത് പറയാൻ പവിത്രന് കഴിയില്ല. അപ്പോഴേക്കും പവിത്രൻ്റെ ഭാര്യ ചൂടാവണം. ഞാൻ നിങ്ങളോട് അപ്പോഴും പറഞ്ഞതാണ്, ഈ ചോര പറ്റിയതും അതുപോലെ മറ്റുള്ളവരുടെ കണ്ണീര് വീഴുന്ന ആ ശമ്പളവും നമുക്ക് വേണ്ടെന്ന്. അതുകൊണ്ട് സ്വസ്ഥതയും സമാധാനം നമുക്ക് കിട്ടത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും കിട്ടത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഈ പാപത്തിൻ്റെ കറ പറ്റിയ ശമ്പളം വാങ്ങിയിട്ട് ഈ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ മോൾക്കാണത് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇനി നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, ഈ തൊഴിൽ ഇവിടെ വെച്ച് നിർത്തണം, പ്രണവിനെ അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാം കേട്ടോ. ഈ സമയം പവിത്രൻ ഇങ്ങനെ പരിങ്ങാണ്. അപ്പോൾ ഈ സമയം നിധി പറയണത്, ഞങ്ങൾക്ക് പ്രണവിനെ വിട്ടു തരുമോ, നിങ്ങൾക്കുള്ള എല്ലാ ഉപകാരങ്ങളും ഞാൻ ചെയ്തു തരാം, പ്രണവിനെ വിട്ടു തരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം പവിത്ര പറയണേ, ശരി ഞാൻ വിട്ടുതരാം, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മോളെ പിടിച്ച് സത്യം ചെയ്യേ, നിങ്ങളത് സത്യം ചെയ്യേ, ഇവർക്കൊരു വാക്ക് കൊടുക്കണം, അതാണ് പറഞ്ഞത്. ആ വിട്ടുതരാം, എന്നാൽ ഞാൻ പ്രണവുള്ള സ്ഥലം എവിടെയെന്ന് പറയുമോ, അവിടെ പോയിട്ട് പ്രണവിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം എന്ന് നിധി പറയുമ്പോൾ ഉടൻ തന്നെ പവിത്രൻ പറയണേ, അയ്യോ എനിക്ക് കുറച്ച് സമയം തരാം, ഞാൻ നാളെ പവിത്രനെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, നാളെ നിങ്ങളുടെ പ്രണവിനെ തിരികെ തരാം. അപ്പോൾ ഉടൻ തന്നെ പവിത്രൻ്റെ ഭാര്യ പറയണേ, നാളെ നിങ്ങൾ തിരികെ കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഞാനും എൻ്റെ മോൾ നിങ്ങളുടെ മുന്നിലുണ്ടാവില്ല, നിങ്ങൾ മോളാണേ സത്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സത്യം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയം സത്യം ചെയ്ത് കൊടുക്കാനിട്ട പവിത്രൻ. എന്നാൽ ഈ സമയമാണെങ്കിൽ നിധി, ഉറപ്പാണോ, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്, ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണവിനെ വിട്ടു തരാമെന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ സമയം പാറുവും അതുപോലെ തന്നെ വസുന്ധരയും നിർമ്മലയും കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ മുന്നിലോട്ട് നിധി ചെല്ലാണ്. അപ്പോൾ എന്തായി മോളെ കാര്യങ്ങൾ? അപ്പോൾ തന്നെ നിധി പറയാണ്, കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പവിത്രൻ്റെ ഭാര്യയും പവിത്രനെ എനിക്ക് കണ്ടു കിട്ടി. എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ അത് യാദൃശ്ചികമാണ്, ഒരു കുട്ടിയെ ഇങ്ങനെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടു, അതിനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുപോയി, പക്ഷേ അത് പവിത്രൻ്റെ ഭാര്യയായിരുന്നു, അവിടെ വെച്ച് പവിത്രനെയും ഞാൻ കണ്ടു, അപ്പോൾ നമ്മുടെ പ്രണവിനെ അവൻ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും പറഞ്ഞു വിശ്വാസമാവില്ല കേട്ടോ. നീ എന്തായി മോളെ പറയുന്നത്, അവൻ വിട്ടുതരാമെന്ന്, എന്നിട്ട് എൻ്റെ കുഞ്ഞെവിടെ, അവനെ വെറുതെ വിടരുതായിരുന്നു, ഇനി പോലീസിന് പിടിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വാക്കാണ് അമ്മ, എന്തായാലും നമ്മുടെ പ്രണവിനെ അവർ വിട്ടുതരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഈ എതിർഭാഗമായിട്ട് നിൽക്കുന്നത് ജ്യോതിർമയിയാണ്. ജ്യോതിർമയി എന്ത് കളിയും കളിക്കുക, എന്ത് തറപ്പടിയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണവിനെ നമുക്ക് രക്ഷിച്ചെടുക്കുക, കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന ഗൗതമനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഈ പവിത്രൻ്റെ സഹായത്തോടെ കൂടി കഴിയുള്ളൂ. അപ്പോൾ പവിത്രനെ നമുക്ക് വിട്ടു തരുമില്ലേ നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറയണം കേട്ടോ. ആയിക്കോട്ടെ എന്നും പറയണം. പിന്നീട് നിധി നേരെ പോകുന്നത്
ഗൗതമിനെ കാണാനായിരിക്കും കേട്ടോ. ഗൗതമാണെങ്കിൽ സെല്ലിൽ കിടക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഗൗതമിനെ കാണാൻ ഗൗതമിൻ്റെ ഭാര്യ എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷമാണ്, പറയാൻ വാക്കുകളില്ല. ഗൗതമാണെങ്കിൽ ഓടിങ്ങോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നിധിയെയും കാത്തിരിക്കുന്ന ഗൗതം. ഈ സമയം ഗൗതം പറയണ, നിധി നിൻ്റെ വരവിനായി ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഓ എനിക്കറിയാമെന്ന് പറയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായി, ഞാൻ വിളിച്ച കാര്യങ്ങൾ എന്തായി, നീ ആ ലൊക്കേഷനിൽ പോയോ, അവനെ കണ്ടോ, പവിത്രനെ കണ്ടുമുട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ ധൃതി വെക്കാതെ ഞാൻ പറയാം. ഗൗതം പറഞ്ഞത് പ്രകാരം ഞാൻ പോയി, പക്ഷേ ആ ലൊക്കേഷനിലോട്ട് എത്തേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴേക്കും അവരവിടെ നിന്ന് പോയെന്നും പിന്നെ അതുപോലെ പവിത്രൻ്റെ മകൾക്ക് ഒരു ആക്സിഡൻ്റ് ആവുകയും അവരെ രക്ഷിക്കുകയും ദൈവാധീനം എന്ന് തന്നെ, അല്ലാതെ എന്ത് പറയാൻ. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു. പിന്നീട് പവിത്രനെ ഞാൻ കണ്ടു, പവിത്രൻ ഞാനുമായി സംസാരിച്ചു. പവിത്രൻ്റെ ഭാര്യ ഇതിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ പവിത്രൻ നമ്മുടെ പ്രണവിനെ നാളെ വിട്ടുതരാമെന്നാണ് പറഞ്ഞത്. ആണോ? അപ്പോൾ എല്ലാ കാര്യത്തിനും തീരുമാനമായോ? ഓ, എല്ലാ കാര്യത്തിനും തീരുമാനമായി. നാളെ പ്രണവ് നമുക്ക് മുന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെയും കാര്യത്തിൽ തീരുമാനമായി. പ്രണവിനെ നാളെ വിട്ട് കിട്ടുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇതേ സമയം പാറവും വസുന്ധരയും എന്തായി മോളെ നീ പോയ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഗൗതമിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്. അപ്പോൾ ഗൗതം പറയാണ്, ഗൗതം ഹാപ്പിയാണ്, കാരണം ഇങ്ങനെയൊക്കെ കിട്ടിയല്ലോ, പവിത്രനെ കണ്ടുമുട്ടിയല്ലോ, പ്രണവിനെ വിട്ടു തരുമല്ലോ, അപ്പോൾ ആ ഒരു ഹാപ്പി അവനിലുണ്ട് എന്നുള്ള ആ സന്തോഷത്തിലാണ് കേട്ടോ. എന്നാൽ ഈ സമയം പ്രതീക്ഷകളൊക്കെ തകിടം മറിയാണ്. ഇനി ജ്യോതിർമയുടെ കേട്ടോ. ജ്യോതിർമയുടെ മുന്നിലോട്ട് പവിത്രൻ എത്താണ്. പവിത്രനെ കാണുന്ന ജ്യോതിർമയ, എന്താടോ താനീ കാണിക്കുന്നത്? അപ്പോഴേക്കും CKC, താൻ എന്താടോ ഈ കാണിക്കുന്നത്? തന്നോട് ആരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് CKC ഒച്ചയുയർത്തുമ്പോൾ പവിത്രൻ പറയണേ, എനിക്ക് നിങ്ങളെ ഒരു കാര്യം പറയണ്ടേ, നീ ഫോണിലൂടെ കാര്യം അറിയിച്ചാൽ പോരെ. ആ നിധി നിന്നെ തിരക്കി ഇറങ്ങാണ്. ഭാഗ്യവശാൽ ശിവാനി ഇവിടെയില്ല. ആ ശിവാനിയെ നിന്നെ തിരക്കി ഇറങ്ങി നടക്കുകയാണ്. ഈ സമയം നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ്? അവളുടെ കണ്ണുകളിലോ നിധിയുടെ കണ്ണുകളിലോ നിന്നെ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ എന്തായാലും തീരുമാനമാവുമെന്ന് പറയട്ടോ. ഈ സമയം പവിത്രം പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഞാൻ പ്രണവിനെ ഇനി വെറുതെ വിട്ടുകൊടുക്കണേ. എന്തൊക്കെ താൻ പറയുന്നത്? പ്രണവിനെ വെറുതെ വിട്ടുകൊടുക്കുക എന്നോ? തന്നെ ഞാൻ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചത്? പ്രണവിനെ നീ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത്. എന്നിട്ട് പ്രണവിനെ ഇനി വിട്ടുകൊടുക്കുക? അതെ, എന്നെ കാണാൻ നിധി വന്നിരുന്നു. എന്ത്? നിന്നെ കാണാൻ നിധി വന്നിരുന്നോ? അതെ, എന്നെ കാണാൻ നിധി വന്നിരുന്നു. അവളും ഞാനുമായി ഒരു കണ്ടുമുട്ടലുണ്ടായി. എന്താടോ താൻ പറയുന്നു? ഒന്ന് വ്യക്തമാക്കി പറ എന്ന് പറഞ്ഞിട്ട് ജ്യോതിർമയി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയം ജ്യോതിർമയി അങ്ങ് ചോദിക്കുകയാണ് എന്തൊക്കെയാണോ ഉണ്ടായതെന്ന്. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. തൻ്റെ കുഞ്ഞിനെ അപകടം പറ്റിയതും തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചത് മാലാഖയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും നിധിയാണെന്നും അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ജ്യോതിർമയി ആകെ പെട്ടുപോവാണ് കേട്ടോ. ഈ സമയം ജ്യോതിർമയി പറയും, എന്നിട്ട് താനെ അതുകൊണ്ടാണോ ഈ തീരുമാനം എടുത്തത്, പ്രണവിനെ വിട്ടുകൊടുക്കാന്ന്? അതെ, പ്രണവിനെ വിട്ടുകൊടുക്കുകയാണ് ഞാൻ. ഈ വാക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി, അത് പറഞ്ഞിട്ടാവാ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എടോ, തന്നോട് പ്രണവിനെ ഒളിപ്പിക്കാൻ പറഞ്ഞത് അവൾക്ക് വിട്ടുകൊടുക്കാനല്ല, താൻ പ്രണവിനെ ഒളിപ്പിക്ക്. തന്നെ തമാശ നിർത്ത്, പറഞ്ഞ ജോലി നന്നായി ചെയ്യ്. അപ്പോഴേക്കും പവിത്രം പറഞ്ഞു, ഇല്ലല്ല, ഞാൻ എൻ്റെ ജോലി ഇതോടുകൂടി നിർത്തി. ഇനി ഇങ്ങനെയുള്ള ജോലികൾ ഞാൻ നിർത്തി. ഈ പാപത്തിൻ്റെ കറ, ഇത് മറ്റുള്ളവരുടെ കണ്ണീരിൻ്റെ കറ, ആ ശമ്പളം ഇനി എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം നിലനിൽക്കില്ല. എൻ്റെ മക്കൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാര്യയും അത് തന്നെയാണ് പറയുന്നത്. താൻ തൻ്റെ ഭാര്യയോ അതും ഇതും പറയാതെ നീ പ്രണവിനെ സംരക്ഷിക്കുക. നീ ഇവിടെ നിന്നും പെട്ടെന്ന് പോയിക്കേ. ഇല്ല, ഞാൻ പ്രണവിനെ വെറുതെ വിടുകയാണ്. ഈ സമയം നിധിക്ക് വിളിച്ച് പറയാണ്, പ്രണവ് എവിടെയുണ്ടെന്ന് ഞാൻ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് CKCയുടെയും ജ്യോതിർമയുടെയും മുന്നിൽ വെച്ച് പവിത്രൻ നിധിക്ക് വിളിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് ഇനി വരുന്നത്.